ലൈംഗികമാകുന്ന സ്വപ്നം അല്ലെങ്കിൽ സെക്ഷൽ ഡ്രീമിനെ കുറിച്ചാണ് നമ്മളിത് പഠിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണത് കാണുന്നത്, അതിന് കാണാനുള്ള റീസൺ എന്താണ്, അങ്ങനെ സ്വപ്നം കാണുന്നത് പാപമാണോ, എങ്ങനെ നമുക്കതിന് ഓവർകം ചെയ്യാൻ കഴിയും, സമ്പൂർണ്ണമാകുന്ന വിടുതൽ ഈ വിഷയത്തിൽ സാധ്യമാണോ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പലരും തുറന്നു പറയാൻ മടിക്കുന്നതും എന്നാൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതുമാകുന്ന ഒരു വിഷയമാണ് ലൈംഗികമാകുന്ന സ്വപ്നം എന്ന് പറയുന്നത്. എന്തെല്ലാം കാരണങ്ങളാണ് ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുവാനുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ടുള്ളത് ബയോളജിക്കൽ ആയിട്ടുള്ള റീസണുകളാണ്. നമ്മുടെയൊക്കെ ബാല്യപ്രായത്തോടെ കുഞ്ഞായിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള സെക്ഷൽ ഡ്രീമുകൾ കാണുന്നത് നോർമലി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. കാണുന്നവരുണ്ട് തീർച്ചയായിട്ടും, എന്നാൽ നോർമലി നമ്മുടെ ബാല്യപ്രായങ്ങളിൽ ഇത്തരത്തിലുള്ള സെക്ഷൽ ഡ്രീംസ് കാണാറില്ല. എന്നാൽ നമ്മൾ പ്യൂബർട്ടിയിലേക്ക് എത്തുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ പ്രായമാകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ടീനേജിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ ഭയങ്കരമാകുന്ന മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങൾ സംഭവിക്കുന്നത് മെയിനായിട്ടും ഹോർമോൺസിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. ആൺകുട്ടികളിലാണെങ്കിൽ പ്രത്യേകിച്ച് സെക്ഷൽ ഹോർമോൺസ് ആകുന്ന ടെസ്റ്റോസ്റ്റെറോണിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകാറുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ആൺകുട്ടികളിൽ മീശയും താടിയൊക്കെ വരികയും ശബ്ദം മാറുകയും മാത്രമല്ല ശരീരത്തിന്റെ ഷേപ്പും ഒക്കെ മാറി ഒരു പുരുഷനിലേക്ക് മാറുന്നത് ആ ഒരു ഹോർമോണിന്റെ പ്രവർത്തനം കൊണ്ടാണ്. പെൺകുട്ടികളാണെങ്കിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രജനും പോലുള്ള ഹോർമോൺസിന്റെ പ്രവർത്തനം ഉണ്ടാവുകയും ശരീരത്തിൽ മാത്രമല്ല നമ്മുടെ മനസ്സിനുമൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു പ്രത്യേക ഏജാണ് പ്യൂബർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടീനേജിലേക്ക് പോകുന്ന ആ ഒരു പ്രായം എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായും മാനസികമായും ഒക്കെ വളരെ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു പ്രായമാണ്. ഒരു ബാല്യത്തിൽ നിന്നും ഒരു യൗവനത്തിലേക്ക് പോകുന്ന ആ ടൈമിൽ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ വളരെ കൂടുതലായിരിക്കുന്നതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് സെക്സ് ഹോർമോൺസ് വളരെയധികം പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സെക്ഷൽ തോട്ട്സുകൾ അധികം വരാനുള്ള സാധ്യത ആ പ്രായക്കാർക്ക് വളരെയധികം കൂടുതലാണ്. മാത്രമല്ല പുതിയ അറിവുകൾ അവർക്ക് പ്രാപിക്കുവാനും പ്രത്യേകിച്ച് സെക്ഷൽ വിഷയങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും അന്വേഷിക്കാനുള്ള ഒരു താല്പര്യം ഈ പ്രായത്തിലുണ്ടാകും. അതിന്റെ ഫലമായിട്ട് തന്നെ അവരുടെ സ്വപ്നങ്ങൾ ഇത്തരത്തിലുള്ള സെക്ഷൽ ഡ്രീംസ് കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പെൺകുട്ടികളിലാണെങ്കിൽ അവർക്ക് ഫെർട്ടിലൈസേഷൻ നടക്കേണ്ടതിന് വേണ്ടിയിട്ട്, ഒരു പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട് സ്വാഭാവികമായ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒന്നാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ആ അണ്ടവിസർജനത്തിലൂടെയാണ് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ആ സമയത്ത് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ടതിന് തന്നെ പ്രകൃതിയാൽ തന്നെ നാച്ചുറലി അവർക്ക് ആ സമയത്ത് ഓവുലേഷൻ ടൈമിൽ വളരെയധികം ലൈംഗിക താല്പര്യങ്ങൾ കൂടുതലായിരിക്കും. പ്രത്യേകിച്ചും പീരീഡ്സ് ആയി അവരുടെ ഒരു 12 മുതൽ 16 ഇടയ്ക്കുള്ള ആ ദിവസങ്ങളിൽ അവർക്ക് ഓവുലേഷൻ സംഭവിക്കുകയും ആ സമയത്ത് സെക്ഷൽ താല്പര്യങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഈ ടൈമിൽ സെക്ഷൽ ഡ്രീംസ് കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പല കുട്ടികളും തെറ്റാകുന്ന പ്രണയബന്ധങ്ങളിൽ അകപ്പെടുകയും അല്ലെങ്കിൽ തെറ്റാകുന്ന റിലേഷനിലൊക്കെ അകപ്പെടുന്നത് ഈ ഒരു ഓവുലേഷൻ പീരീഡിലാണ്. ആ സമയത്തുള്ള അവിടെ ലൈംഗിക വികാരങ്ങളെ പല വ്യക്തികളും മുതലെടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ ആ സമയത്തെ മനസ്സിലാക്കി ആ സമയത്ത് കൂടുതൽ പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും ഒക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുക്കളാണ് എങ്കിൽ നിങ്ങൾക്ക് ആ വിഷയങ്ങളെ ഓവർകം ചെയ്യുവാൻ സാധ്യമാണ്. അതുപോലെ തന്നെ ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാർക്ക് അവരുടെ സ്പേമിന്റെ പ്രൊഡക്ഷൻ വളരെയധികം കൂടുകയും അത് പുറന്തള്ളുവാനായി തന്നെ അവർ സ്വപ്നങ്ങളിൽ സെക്ഷൽ ഡ്രീംസ് കാണാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. എന്നാൽ മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെ, കൺട്രോൾ ചെയ്യുന്നതിലൂടെ, ഡിസിപ്ലിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാതെ ജീവിക്കുവാൻ സാധ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ലൈംഗിക കാര്യങ്ങളെ കുറിച്ചായിരിക്കും ഏറ്റവും ചിന്തകൾ വരുന്നത്. എന്നാൽ ആ ചിന്തകളെ മനഃപൂർവ്വം മാറ്റി ഏതെങ്കിലും ഗുണകരമാകുന്ന വിഷയങ്ങളിലേക്ക് അവരുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഡ്രീംസ് നിന്നും രക്ഷപ്പെടുവാൻ അവരെ സഹായിക്കും. മാത്രമല്ല പരിശുദ്ധമായ സഹായത്താൽ നമുക്ക് ഇതിൽ നിന്നും പൂർണ്ണമായും മോചിക്കപ്പെടുവാനും സാധ്യമാണ്. ബയോളജിക്കൽ റീസൺ കഴിഞ്ഞാൽ അടുത്ത റീസൺ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺ ആണ്. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പല സംഭവങ്ങളും നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയും നമ്മൾ രാത്രി ഉറക്കത്തിലാകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അബോധ മനസ്സിലെ ഉപബോധ മനസ്സിലേക്ക് കിടക്കുന്ന സംഭവങ്ങൾ സ്വപ്നങ്ങളായി വരികയും ചെയ്യും. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാത്ത ആളുകളായിരിക്കും, നമ്മൾ കണ്ടുള്ള ആളുകളായിരിക്കും, നമുക്ക് ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. ഏതൊരു ക്യാരക്ടറുമാകാം, പക്ഷെ ആ അകത്ത് കിടക്കുന്ന ഡിസയർ, ആഗ്രഹങ്ങൾ ഒക്കെ ക്യാരക്ടറൊക്കെ മാറി സ്വപ്നങ്ങളായി വരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമ്മൾ മനഃപൂർവ്വമായി ചെയ്യുന്ന ഒരു പാവമല്ല, ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു പാവമല്ല, നമ്മുടെ പോലും അറിവില്ലാതെ വരുന്നതാകുന്ന ചില ഡ്രീംസുകളായതുകൊണ്ട് തന്നെ അതൊരു പാവമായി കണക്കാക്കാൻ കഴിയുകയില്ല. അതിന്റെ പേരുള്ള കുറ്റബോധങ്ങൾ നിങ്ങളെ പിശാച് മുതലെടുക്കുന്നതാണ്. അത്തരത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രഭാതമാകുമ്പോൾ അവർ വളരെയധികം കുറ്റബോധത്തിലകപ്പെടുകയും അവർ പ്രാർത്ഥിക്കുവാനും ഒക്കെ പുറകോട്ട് പോവുകയും ചെയ്യും. അത് പൈശാചികമായ ഒരു വഞ്ചനയാണ്. നിങ്ങൾ മനഃപൂർവ്വം ചെയ്തൊരു പാവമല്ല, നിങ്ങളുടെ അബോധ മനസ്സിൽ കിടന്ന, ഉപബോധ മനസ്സിൽ കിടന്ന ചില വിഷയങ്ങൾ ഉയർന്നു വന്ന് നിങ്ങൾ കണ്ടതാകുന്ന ചില ഡ്രീംസ് മാത്രമാണ്. ഒരിക്കലും നിങ്ങൾ കുറ്റബോധത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നാൽ അത്തരം ഡ്രീംസുകൾ കാണാതിരിക്കുവാൻ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം. ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നതാകുന്ന സംഭവങ്ങളാണ് ഉയർന്നു വന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നത്. അപ്പോൾ ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നല്ല ചിന്തകൾ മാത്രം കടത്തിവിടാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ചിന്തിക്കുന്നതാകുന്ന കാര്യങ്ങളാണ് മനസ്സിന്റെ അടിത്തട്ടിലേക്ക് പോവുകയും രാത്രി ഉറക്കത്തിൽ സ്വപ്നമായി വരികയും ചെയ്യും. ഞാൻ ഓൾറെഡി ആവർത്തിച്ചു, നമ്മൾ കാണുന്ന വ്യക്തികൾ ആരുമായിക്കോട്ടെ നമ്മൾ ആ വ്യക്തി ഒരിക്കലും സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കാത്തവരായിരിക്കും. നമ്മൾ വിശുദ്ധിയോടെ, നമ്മൾ പവിത്രതയോടെ കാണുന്നവരോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളൊക്കെ ആയിരിക്കും. പക്ഷെ സ്വപ്നത്തിൽ നമുക്ക് അതിന് ബുദ്ധിപരമായി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഏതൊരു ക്യാരക്ടറും വന്ന് കയറാം. പക്ഷേ ആ സ്വപ്നം കാണാനുള്ള റീസൺ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ചിന്തിക്കുന്നാകുന്ന ചിന്തകളും മറ്റു കാര്യങ്ങളുമാണ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട്
അവളോട് വ്യഭിചാരം ചെയ്തു പോയി. മോഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാമാസക്തിയോടെ, ലൈംഗിക ചുവയോടുകൂടി, ലൈംഗിക താല്പര്യത്തോടുകൂടി, ആ ഒരു ഇന്റൻഷനോടുകൂടി ഒരു സ്ത്രീയെ നോക്കുമ്പോൾ, ആ തരത്തിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ആ സ്ത്രീയുമായി നിങ്ങൾ വ്യഭിചാരം ചെയ്യുകയാണ്. അപ്പോൾ തോട്ട്സ് ആണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നിങ്ങൾ രാത്രിയിൽ സ്വപ്നം കാണാൻ സാധ്യതയുള്ളത്. നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത് പ്രധാനമായി 2 കാരണങ്ങളാണ്. ഒന്ന്, എന്ത് നമ്മൾ കാണുന്നു, എന്ത് നമ്മൾ കേൾക്കുന്നു. കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഹൃദയത്തെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് നാം കാണണം, എന്ത് കാണണ്ട എന്ന് തീരുമാനിക്കുവാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഒരു നീച കാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. അതെന്നോട് ചേർന്ന് പറ്റുകയില്ല. ഈ ഭാഗത്ത് പറയുകയാണ്, നീചമാകുന്ന, മോശമാകുന്ന, വൃത്തിഹീനമാകുന്ന കാര്യം എന്റെ മുൻപിൽ, എന്റെ കണ്ണിൽ ഞാൻ വെക്കുകയില്ല. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ശ്രദ്ധിക്കുക, കണ്ണാണ് നിങ്ങൾ വെളിച്ചമാണോ ഇരുട്ടാണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ എന്ത് കാണുന്നു അത് നിങ്ങളെ സ്വാധീനിക്കുവാനിടയായിത്തീരും. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഹൊറർ മൂവിയാണ് കാണുന്നതെങ്കിൽ അന്ന് സ്വപ്നം നിങ്ങൾ കാണുന്നത് ഏതായാലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളായിരിക്കത്തില്ല, പേടിപ്പിക്കുന്ന ഒരു സ്വപ്നമായിരിക്കും. നിങ്ങൾ രാത്രി കാണുന്നത് ട്രാജഡി ആയിട്ടുള്ള ഒരു മൂവീസോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒക്കെയാണ് എങ്കിൽ നിങ്ങൾ രാത്രി അന്ന് സ്വപ്നം കാണുന്നത് വേദനിപ്പിക്കുന്ന ചില സ്വപ്നങ്ങളായിരിക്കും. നിങ്ങൾ സ്വപ്നത്തിൽ കരയുവാൻ സാധ്യതയുണ്ട്. മോശപ്പെട്ട വീഡിയോസ്, ലൈംഗിക ചുവയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അന്ന് രാത്രി ദർശനം കാണണമെന്ന് ചിന്തിച്ച് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ എന്താണോ കണ്ടത് അത് മാത്രമായിരിക്കും നിങ്ങളുടെ സബ് കോൺഷ്യസിൽ പോകുന്നത്. അതായിരിക്കും നിങ്ങൾ ഉറക്കത്തിൽ സ്വപ്നമായി വെളിപ്പെടുന്നതും. നമ്മുടെ ഈ കാലത്ത് ഇത്തരത്തിലുള്ള ലൈംഗിക ചുവയുള്ള പല കാഴ്ചയും സാധാരണവൽക്കരിക്കുന്ന ഒരു ചിന്താഗതി വരെ വ്യക്തികൾക്കുണ്ട്. എന്നാൽ ബൈബിൾ പറയുകയാണ്, സ്ത്രീയെ കാമാസക്തിയോടെ, സെക്ഷൽ തോട്ട്സോടുകൂടി, ലൈംഗിക ചുവയോടുകൂടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹൃദയം കൊണ്ട് നിങ്ങൾ വിചാരം ചെയ്തു പോവുകയാണ്. നല്ല ശതമാനം മൂവീസുകളിലും ആ വ്യക്തിയെ ലൈംഗിക ചുവയോടുകൂടെ തന്നെയാണ് പ്രദർശിപ്പിക്കുന്നത്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ അത് സ്വാധീനിക്കും. നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയെയും വഞ്ചിക്കുവാൻ കഴിയും, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയെയും കബളിപ്പിക്കുവാൻ കഴിയും. പക്ഷെ നിങ്ങളുടെ മനസാക്ഷിയെ നിങ്ങൾക്ക് വഞ്ചിക്കുവാനും കബളിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ആ വ്യക്തിയുമായി ഹൃദയംഗമായി വ്യഭിചാരം ചെയ്യുകയാണ് എന്ന്. ഞാൻ ഈ പറയുന്നത് നീല ചിത്രങ്ങളെ കുറിച്ചോ ബ്ലൂ ഫിലിമിനെ കുറിച്ചോ ഒന്നുമല്ല. അത് വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാം. വളരെ ഹീനമാകുന്ന, വളരെ മ്ലേച്ഛകരമാകുന്ന ഒരു ഭാവമാണെന്നും എൻ്റെ പല കപ്പിൾസുകളും വന്ന് വളരെ നോർമലി പറയാറുണ്ട്. അവരുടെ കുടുംബജീവിതത്തിനെ കുറിച്ചുള്ള അറിവിന് വേണ്ടിയിട്ട് ഡോക്ടർമാർ തന്നെ ബ്ലൂ ഫിലിം സജസ്റ്റ് ചെയ്തു എന്നും. ഡോക്ടർമാരല്ല, ആര് സജസ്റ്റ് ചെയ്താലും നീല ചിത്രങ്ങൾ കാണുന്നത് ലൈംഗികമാകുന്ന അരാജകത്വം തന്നെയാണ്. ഒരു വ്യക്തിക്ക് നോർമലി വസ്ത്രമില്ലാതെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുവാനോ മറ്റുള്ള മുമ്പിൽ നിൽക്കുവാനോ സാധ്യമല്ല. അതിന് ആ വ്യക്തിയിൽ അസാധാരണമാകുന്ന ദുരാത്മാക്കളുടെ സാന്നിധ്യം ആവശ്യമാണ്. ദുരാത്മ പ്രേരിതരായി അവർ ഇത്തരത്തിൽ വ്യഭിചാരം ചെയ്യുന്നത് നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ അത് ആസ്വദിക്കുമ്പോൾ ആ വ്യക്തിയിലുള്ള അതേ ദുരാത്മാക്കൾ നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കുകയും ആ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിക്കുകയും ചെയ്യും. അത്തരം കാഴ്ചകൾ കാണാൻ നിങ്ങൾ ഉറങ്ങുമ്പോൾ ഒരിക്കലും ദർശനം കാണുകയില്ല. ഇത്തരത്തിലുള്ള സെക്ഷൽ ഡ്രീംസ് മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നീല ചിത്രങ്ങളല്ലാത്ത പല ചിത്രങ്ങളിലും, പല വീഡിയോസിലും, പല യൂട്യൂബ് ഷോർട്സിനകത്തും വളരെ ഹീനമാകുന്ന, മ്ലേച്ഛകരമാകുന്ന പല ലൈംഗികമാകുന്ന സംഭവങ്ങളും ഇന്ന് പലരും കാണാൻ സാധ്യതയുണ്ട്. അതിനെ ലഘൂകരിക്കുകയാണ്. മറ്റേതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചെറുതായി തോന്നുന്നു എങ്കിലും പാപമല്ലാതായി മാറുന്നില്ല. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യത്തെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട്, കോമൺ ആയതുകൊണ്ട് അത് തെറ്റല്ലാതാകുന്നില്ല. സൊദോം ഗൊമോറയിൽ ഗേയും ലെസ്ബിയനിസും ഒക്കെ വളരെ കോമൺ ആയിരുന്നു എന്ന കാരണം കൊണ്ട് അത് പാപമല്ലാതാകുന്നില്ല. അത് മ്ലേച്ഛകരമാകുന്ന ഒരു പാപം തന്നെയാണ്. എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്തും എറിഞ്ഞു കളകാം. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് കളയുവാനാണ് ബൈബിൾ പറയുന്ന അർത്ഥം. എന്താണോ കണ്ണിലൂടെ നിങ്ങളെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഉപേക്ഷിക്കുക. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയയാണ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്. ഇതിലെല്ലാം അതിശക്തമാകുന്ന ലൈംഗിക മ്ലേച്ഛതകൾ ഏതൊരു വ്യക്തിക്കും കാണുവാൻ സാധ്യമാണ്. അത് സുലഭമാണ്. അത് ആർക്കും ഒരു പാവമായി തോന്നുന്നത് പോലുമില്ല. ഞാൻ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഞാൻ യൂട്യൂബിലാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ ആ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. ഞാൻ എന്ത് കാണണം, ഞാൻ എന്ത് വാച്ച് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ്. അത് എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ദോഷമായി വരുന്നുവെങ്കിൽ, നിങ്ങളുടെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും അപ്പുറമായി പലതും നിങ്ങൾ കണ്ടുപോകുന്നു എങ്കിൽ, നിങ്ങൾ അഡിക്റ്റ് ആകുന്നു എങ്കിൽ, കണ്ണ് ചൂന്നെടുത്ത് കളയുന്ന പോലെ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുക. നിങ്ങളുടെ കണ്ണ് ഇരുട്ടുള്ളതാണെങ്കിൽ ശരീരം മുഴുവനും ഇരുട്ടുള്ളതായി മാറും. നിങ്ങളുടെ കണ്ണ് വെളിച്ചമുള്ളതാണെങ്കിൽ നിങ്ങൾ മുഴുവനും ശോഭിക്കുവാനിടയായിത്തീരും. നിങ്ങൾ എന്താണോ കാണുന്നത്
അതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് മാത്രമായിരിക്കും നിങ്ങൾ സ്വപ്നം കാണുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും. നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന മറ്റൊരു മേഖലയാണ് എന്ത് നിങ്ങൾ കേൾക്കുന്നു. നിങ്ങളുടെ കാത് ഒരു വലിയ ഡോറാണ്. ഫ്രണ്ട്സിൻ്റെയോടൊപ്പം നിൽക്കുന്ന സമയത്തോ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴോ ലൈംഗിക ചുവയുള്ള കഥകളോ സെക്ഷൽ സ്റ്റോറീസോ അത്തരത്തിലുള്ള മ്ലേച്ഛകരമാകുന്ന കഥകളാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ആ കേൾക്കുന്ന സ്റ്റോറി നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിക്കുകയും ആ കാര്യങ്ങൾ രാത്രി സ്വപ്നമായി വെളിപ്പെടുവാനും സാധ്യതയുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യകരമാകുന്ന നല്ല രീതിയിലുള്ള ഇൻഫർമേഷനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അത്തരം ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങൾ പഠിക്കുകയും വേണം. എന്നാൽ തെറ്റാകുന്ന ഡയറക്ഷനിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും മോശം രീതിയിൽ നിങ്ങളത് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ പറയുന്ന വ്യക്തിയിലുള്ള ദുരാത്മാക്കൾ നിങ്ങളെ സ്വാധീനിക്കും. ബൈബിൾ പറയുകയാണ്, അവിശ്വാസികളുമായി ഇണയില്ലാ പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും എന്തൊരു ചേർച്ച. മറ്റുള്ളവർ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന സെക്ഷൽ സ്റ്റോറീസുകളുണ്ട്, സെക്ഷൽ അനുഭവങ്ങളുണ്ട്, എക്സ്പീരിയൻസുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്നതോടുകൂടി നിങ്ങളുടെ ചിന്തകളിൽ ആ ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ രാത്രി ഉറയും കഴിയുമ്പോൾ ആ കണ്ട ഇമാജിനേഷനുകൾ ഡ്രീംസ് ആയി വരും. ക്യാരക്ടേഴ്സ് മാറുമെങ്കിലും അത് ഡ്രീംസ് ആയി, സെക്ഷൽ ഡ്രീംസ് ആയി നിങ്ങളെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. കേൾക്കുന്ന കാര്യം ഇമാജിനേഷൻ ആകും. ഇമാജിനേഷൻ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോകും. രാത്രിയാകുമ്പോൾ അത് ഡ്രീംസ് ആയി പുറത്തു വരും. വേദവസം പറയാണ്, സകല ജാഗ്രതയോടും നിങ്ങളുടെ ഹൃദയത്തെ കാവൽ ചെയ്യുക, സൂക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക. ഇതെല്ലാമാണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺ. എന്നാൽ മറ്റൊരു റീസൺ ഉണ്ട്, അത് പൂർണ്ണമായും സ്പിരിച്വൽ റീസൺ ആണ്. സ്പിരിച്വലി കാണുന്ന സെക്ഷൽ ഡ്രീംസിനെ വളരെ ഗൗരവത്തോടുകൂടി കാണുകയും അതിൽ നിന്നും സമ്പൂർണ്ണമാകുന്ന മോചനം നേടേണ്ടതും ആവശ്യമാണ്. പല വ്യക്തികൾക്കും പലതരത്തിലുള്ള അനുഭവങ്ങൾ, എക്സ്പീരിയൻസുകൾ ഉണ്ടാകാറുണ്ട്. ചില വ്യക്തികൾ ഒരു വ്യക്തിയെ തന്നെ നിരന്തരമായി സ്ഥിരമായി സ്വപ്നത്തിൽ കാണും. അവർ ആ വ്യക്തിയുമായി സെക്ഷൽ ബന്ധങ്ങൾ ഏർപ്പെടുന്നതായിട്ട് കാണും. ആ സെക്ഷൽ ബന്ധം ഏർപ്പെടുമ്പോൾ അതിനുശേഷമുള്ള ക്ഷീണം സഹിതം അവരുടെ ബോഡിയിൽ അനുഭവിക്കപ്പെടുന്ന ചില സെക്ഷൽ ഡ്രീംസ് കാണുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഡീമൺസ് തന്നെ, പിശാചുക്കളെ തന്നെ സ്വപ്നങ്ങളിലൂടെ കാണാൻ സാധ്യതയുണ്ട്. ചില ആളുകൾ ചില മൃഗങ്ങളെയൊക്കെ സ്വപ്നത്തിൽ കാണും. ഇത്തരത്തിലുള്ള ഡ്രീംസിലൂടെ പിശാചുക്കൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് സമ്പൂർണ്ണമാകുന്ന ഒരു വിടുതൽ ആവശ്യമാണ്. ഞാൻ ഈ പറഞ്ഞ സെക്ഷൽ ഡ്രീംസ് എന്ന് പറയുന്നത് വളരെ റിയലായി തന്നെ അവരുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ അവർക്ക് ഫീൽ ചെയ്യുന്ന ഡ്രീംസുകളാണ്. ഇത്തരം വ്യക്തികൾക്ക് പലവിധമാകുന്ന പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് അവിടെ വിവാഹങ്ങൾ നടക്കുകയില്ല. വിവാഹം നടന്നാലും അവിടെ ഒരിക്കലും ഒരു സന്തോഷം ഉണ്ടാക്കത്തില്ല. ഒരുമിച്ച് ഒരിക്കലും ജീവിക്കുവാൻ സാധ്യമല്ല. അവർക്ക് സെക്ഷൽ റിലേഷൻ അവരുടെ ഫാമിലി കാണുകയില്ല. തന്റെ പാർട്ട്ണറോട് അവർക്ക് യാതൊരു അഫക്ഷനും വരാൻ സാധ്യതയില്ല. ചില വ്യക്തികൾക്ക് അവിടെ ശാരീരികമായി പലതരത്തിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരാൻ സാധ്യത. ഒത്തിരി തരത്തിലുള്ള പ്രയാസങ്ങൾ ഈ തരത്തിൽ സ്വപ്നങ്ങളോട് സ്വാധീനിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫിൽ വരുത്തുവാൻ പിശാചിന് സാധ്യമാണ്. എന്നാൽ മനസ്സിലാക്കുക, ക്രിസ്തു ഉള്ളത്തിലുള്ള ദൈവത്തിന്റെ തേജസ് വഹിക്കുന്ന നമ്മൾ അത്തരത്തിൽ സ്വപ്നങ്ങൾ കാണാനുള്ളവരല്ല. നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ കാണുന്നത് സെക്ഷൽ ഡ്രീംസോ ഭയപ്പെടുന്ന സ്വപ്നമോ ഒന്നുമല്ല കാണേണ്ടത്. നമ്മൾ ദൈവമക്കൾ കാണുമ്പോൾ ദൈവികമാകുന്ന സ്വപ്നങ്ങളാണ് കാണേണ്ടത്. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവിക സ്റ്റാൻഡേർഡ് ഉള്ളവരാണ്, ദൈവത്തിന്റെ വിത്ത് നമ്മൾ വസിക്കുകയാണ്. നമ്മൾ കാണുന്ന ഡ്രീംസ് അത് വെളിപ്പാടുകളായി മാറട്ടെ. എങ്ങനെയാണ് ദൈവമക്കളാകുന്ന നിങ്ങൾ ഇത്തരത്തിലുള്ള സെക്ഷൽ ഡ്രീംസിന് അടിമയാകുന്നത്? എങ്ങനെ പിശാച് നിങ്ങളെ സ്വപ്നത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിൽ നിന്നും പൂർണ്ണമായും മോചിക്കപ്പെടുവാൻ സാധ്യമാണ്. വ്യക്തിപരമായി എന്റെ അനുഭവം ഞാൻ പറഞ്ഞോട്ടെ. 17ാമത്തെ വയസ്സിലാണ് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. ഞാൻ ആ സമയത്ത് ഏറ്റവും അധികം ബുദ്ധിമുട്ടിയത് ഇത്തരത്തിലുള്ള ഡ്രീംസുകളാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചതിനു ശേഷം ഞാൻ ഇന്ന് വരെ അത്തരത്തിലുള്ള സെക്ഷൽ ഡ്രീംസുകൾ എന്റെ ലൈഫിൽ കാണാറേ ഇല്ല. സമ്പൂർണ്ണമായും ഞാനൊന്ന് മോചിക്കപ്പെട്ടു. എന്റെ ടീനേജിലാണ് ഞാൻ കർത്താവിന് വേണ്ടി നിന്നത്. ആ പ്രായത്തിൽ പോലും എനിക്കത് കാണുവാൻ സാധിച്ചില്ല എങ്കിൽ വിശ്വസിക്കുക, അതിൽ നിന്നും പൂർണ്ണമാകുന്ന വിടുതൽ നിങ്ങൾക്ക് സാധ്യമാണ്. അത് ബയോളജിക്കൽ വിഷയമാണെങ്കിലും സൈക്കോളജിക്കൽ ആണെങ്കിലും സ്പിരിച്വൽ ആണെങ്കിലും ദൈവത്തിന്റെ മക്കളാകുന്ന നിങ്ങൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവാണ്, ഒരിക്കലും ദുരാത്മാക്കളല്ല. ഇവിടെ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് പൈശാചികമാകുന്ന സ്പിരിച്വൽ ഡ്രീംസുകൾ നിങ്ങൾ കാണുന്നത്? ഒന്ന് പ്രധാനമായി നമുക്കറിയാം, പാപം ചെയ്യുമ്പോഴാണ് പിശാചിന് നിങ്ങളിലേക്ക് ഡോർ ലഭിക്കുന്നത്. പാപമില്ലാതെ പിശാചിന് ഒരിക്കലും നിങ്ങളുടെ സ്വപ്നത്തിലോ നിങ്ങളുടെ ലൈഫിലോ സ്വാധീനിക്കുവാൻ സാധ്യമല്ല. നേരത്തെ പറഞ്ഞ കാഴ്ചയിലൂടെ കേൾവിയിലൂടെയൊക്കെ നിങ്ങൾ പാപം ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പിശാചിനെ സ്വാധീനിക്കുവാൻ സാധ്യമാണ്. ഒരു സെക്ഷൽ ഇമ്മോറാലിറ്റി, നിങ്ങൾക്കൊരു തെറ്റാകുന്ന ഒരു ബന്ധമുണ്ടെങ്കിൽ ആ വ്യക്തിയിലുള്ള ദുരാത്മാക്കൾ നിങ്ങളുമായി കണക്ട് ചെയ്തിരിക്കും. എന്തുകൊണ്ടെന്നറിയാമോ? ബൈബിൾ പറയുകയാണ്, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ. കർത്താവുമായി പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. നമുക്ക് അത്തരത്തിൽ നിങ്ങൾ ഒരു വീഡിയോ കാണുകയോ സെക്ഷൽ ഇമ്മോറാലിറ്റി നിങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുമായി നിങ്ങൾ ഒരു ശരീരമാവുകയാണ്. നിങ്ങൾ രണ്ടുപേരും വേർപിരിയുന്നെങ്കിൽ തുടർന്നും ആ ഒരു കണക്ഷൻ
നിങ്ങൾ കിടക്കുകയാണ്. അതിലൂടെ ദുരാത്മാക്കൾക്ക്, ആ വ്യക്തിയിലുള്ള സകല ദുരാത്മാക്കൾക്കും നിങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാണ്. മോഹത്തോടുകൂടി, കാമാസക്തിയോടുകൂടി നിങ്ങൾ ആ വ്യക്തി നോക്കുമ്പോൾ ഹൃദയം കൊണ്ട് നിങ്ങൾ വ്യഭിചാരം ചെയ്യുകയാണല്ലോ. നിങ്ങളുടെ സമ്മതത്തോടുകൂടി നിങ്ങൾ ചെയ്യുന്ന പാപം പോലെ തന്നെയാണ്. നിങ്ങളുടെ സമ്മതമില്ലാതെ ആരെങ്കിലും നിങ്ങളെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്, സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിലുള്ള ദുരാത്മാക്കൾ നിങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള അമിതമാകുന്ന ലൈംഗിക താല്പര്യമുള്ള വ്യക്തികളുമായി സംസാരിക്കാൻ മനസ്സിലായ കാര്യമുണ്ട്. അവർ എന്നോ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചെറുപ്രായത്തിലും മുതിർന്നപ്പോഴും ഏതോ ഒരു വ്യക്തി അവരെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ അബ്യൂസിലൂടെയാണ് അവരിലേക്ക് ദുരാത്മാക്കൾ പ്രവേശിക്കുന്നത്. അത് അവരിലേക്ക് സെക്ഷൽ സിൻ കൊണ്ടുവരികയും സെക്ഷൽ ഡ്രീംസിന് കാരണമാകുകയും ചെയ്യും. ഗേ, ലെസ്ബീനിയൻസ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ എന്നുള്ളത്. ഇന്ന് പലരും അതിനെ കാണുന്നത് ഒരു മോഡേൺ ചിന്താഗതിയായിട്ടാണ്. എന്നാൽ സ്വദോം ഗോമോറ ഉണ്ടായിരുന്ന ഒരു പഴയ പുരാതനമാകുന്ന പാപമാണ്. ഇത്തരം പാപം ചെയ്യുന്ന വ്യക്തികളുമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു പുരുഷനെ മറ്റൊരു പുരുഷൻ എന്നോ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്യുന്ന സമയത്ത് അവർക്ക് അറപ്പും വെറുപ്പുമായിരിക്കും. എന്നാൽ തുടർമാനമായി കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവർ ആസ്വദിക്കുകയും അതിന് അഡിക്റ്റ് ആവുകയും ചെയ്യുകയാണ്. തുടർന്ന് ആ വ്യക്തി ഒരു ഗേ ആയി മാറുകയാണ്. ആ വ്യക്തി അടുത്തൊരു പുരുഷനെ മിസ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നും കൈമാറി വരുന്ന ദുരാത്മാക്കളാണ് ഈ ഗേ എന്ന് പറയുന്ന പാപത്തിന്റെ പിന്നിലുള്ളത്. എന്ത് ആരൊക്കെ പറഞ്ഞാലും അതിന്റെ പിന്നിൽ 100% പൈശാചികമാകുന്ന ഒരു ശക്തിയാണ്. നമുക്ക് തന്നെ അറിയാം, അതൊരു ഹോർമോൺ ചേഞ്ച് ഒന്നുമല്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഹോർമോൺസ് സാധാരണ മനുഷ്യരെ കണക്ക് തന്നെയാണ്. മനസ്സിന്റെ പ്രശ്നമാണ് പലരും പറയുന്നത്. ആക്ച്വലി അത് മനസ്സിന്റെ പ്രശ്നമല്ല, അതൊരു ദുരാത്മാവാണ്. ലെസ്ബിയനിസം സെയിം തന്നെയാണ്. ഒരു പെൺകുട്ടിയെ മറ്റൊരു പെൺകുട്ടി സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം അറപ്പും വെറുപ്പുമായിരിക്കും. രണ്ടാമത് ചെയ്യുന്ന സമയത്ത് അവർ അത് മിണ്ടാതിരിക്കും. വീണ്ടും വീണ്ടും ചെയ്യുന്ന സമയത്ത് അവർ ആസ്വദിക്കാൻ തുടങ്ങുകയും തുടർന്ന് ആ പെൺകുട്ടിയിലേക്ക് ലെസ്ബിയൻ സ്പിരിറ്റ് പ്രവേശിക്കുകയും ആ പെൺകുട്ടി ലെസ്ബിയൻസ് ആകാൻ ചെയ്യുകയാണ്. ഇത്തരത്തിൽ അബ്യൂസ് ചെയ്യുന്നതിലൂടെ, മിസ്യൂസ് ചെയ്യുന്നതിലൂടെ, സെക്ഷൽ സിൻ ചെയ്യുന്നതിലൂടെ വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് ദുരാത്മാക്കൾക്ക് കൈമാറുവാൻ സാധ്യമാണ്. കാരണം ഇവിടെ പറയുകയാണ്, വേശ്യയോട് പറ്റിച്ചേർന്നതെല്ലാം അവളുമായി ഒരു ദേഹമാവുകയാണ്. ഇത്തരം വ്യക്തികൾക്ക് ചികിത്സയല്ല ആവശ്യം, ഡെലിവറൻസ് ആണ്, വിടുതലാണ് ആവശ്യം. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുടെ കടന്നു പോകുന്നതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തു വരുവാൻ സാധ്യമാണ്. മനസ്സിലാക്കുക, അത് നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നമല്ല, അതൊരു മാനസിക പ്രശ്നമല്ല, അത് 100% ഒരു ദുരാത്മാവാണ്. തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള പാപങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ എന്നോ ഒരു വ്യക്തിയിലൂടെ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടുള്ള പാപം ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ചിന്തകളിലേക്ക് ഈ ഓർമ്മകൾ വരികയും ആ ഓർമ്മകൾ അല്ലെങ്കിൽ മറക്കാൻ ശ്രമിച്ചാൽ പോലും അബോധ മനസ്സിൽ കിടക്കുകയും അത് സ്വപ്നമായി വെളിപ്പെടുകയും ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് മോചനം സാധ്യമാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടുണ്ടായിരിക്കുന്ന ആ ബന്ധത്തെ, ആ ശാരീരികമായിട്ടുള്ള ബന്ധത്തെ, പ്രാണബന്ധത്തെ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ മുറിച്ച് പ്രാർത്ഥിക്കുകയും ആ വ്യക്തിയിലൂടെ നിങ്ങളിലേക്കത്തേക്ക് പ്രവേശിച്ച എല്ലാ ദുരാത്മാക്കളെയും യേശുവിന്റെ നാമം പറഞ്ഞ് നിങ്ങൾ പുറത്താക്കുകയും വേണം. നിങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ സ്വർലോകത്തിലെയും ഭൂലോകത്തിലെയും അധോലോകത്തിലെയും സകല മുഴങ്കാലും മടങ്ങും. യേശുവിന്റെ നാമം പറഞ്ഞാൽ സകല ദുരാത്മാക്കളും വിട്ടുമാറിയ മതിയാകും. അവന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കാം. യേശുനാമത്തിലുള്ള ശുദ്ധീകരണത്തെ നിങ്ങൾ സ്വീകരിക്കുകയും ദുരാത്മാക്കളെ പുറത്താക്കുകയും നിങ്ങളുടെ ഹൃദയത്തെ അടുത്തൊരു ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമാണ്. കാരണം ചില നാളുകളായി നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്നത് ഇത്തരത്തിലുള്ള ചിന്തകളും സ്വപ്നങ്ങളും ഒക്കെയാണ്. അത് പതുക്കെ പതുക്കെ നിങ്ങൾ ദൈവികമാകുന്ന വിഷയങ്ങളിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ മനസ്സിനെ സമ്പൂർണ്ണമായും വചനം കൊണ്ട് നിറയ്ക്കുക. അടുത്തൊരു സ്പിരിച്വൽ റീസൺ ആണ് ജനറേഷൻ ആയിട്ട് വരുന്നതാകുന്ന സെക്ഷൽ സിന്ന്. പൂർവ്വപിതാക്കന്മാർ ചെയ്യുന്നതാകുന്ന ലൈംഗിക അകൃത്യങ്ങൾ, ലൈംഗിക പാപങ്ങൾ അവിടെ തലമുറയിലേക്ക് കൈമാറപ്പെടുകയാണ്. അവർക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് അവരിൽ ഇത്രയും അമിതമാകുന്ന ലൈംഗിക താല്പര്യം, ഇത്തരത്തിലുള്ള ലൈംഗികമാകുന്ന പ്രശ്നങ്ങൾ അവർക്കറിയത്തില്ല. എന്നാൽ അവിടെ പൂർവികന്മാർ ചെയ്യുന്നതാകുന്ന പാപത്തിന്റെ അനന്തരഫലം പിശാച് ഒരു ഹോൾഡാക്കി വെച്ചുകൊണ്ട് തലമുറയിലേക്ക് സ്വാധീനിക്കുന്നതാണ്. നിങ്ങൾ വേദോസം പഠിക്കുമ്പോൾ ജനറേഷൻ കേഴ്സ് സത്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അബ്രഹാമിനെ ചേർത്ത് നോക്കുക. അബ്രഹാം രാജാവിനോട് കള്ളം പറയുകയാണ് തന്റെ അരികെ നിൽക്കുന്ന ഭാര്യ സാറായി തന്റെ സഹോദരിയാണെന്ന്. അതേ ഭോഷ്ക് തന്നെയാണ് തന്റെ മകനാകുന്ന ഇസഹാക്കും പറയുന്നത്. തന്റെ ഭാര്യ എന്നൊക്കെ പറയുകയാണ് അത് തന്റെ സഹോദരിയാണ്. പിതാവ് ഭോഷ്ക് പറയുകയാണ്, മകനും ഭോഷ്ക് പറയുകയാണ്. ഇസഹാക്കിന്റെ മകനാകുന്ന യാക്കോബ് അപ്പനെ ചതിച്ചുകൊണ്ട്, അപ്പനോട് കള്ളം പറഞ്ഞുകൊണ്ടാണ് ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കുന്നത്. യാക്കോബിന്റെ മക്കൾ മുഴുവനും ജോസഫിന്റെ വിഷയത്തിൽ അപ്പനോട് കള്ളം പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആ തലമുറ മുഴുവനും ഭോഷ്ക് പറഞ്ഞവരായി മാറി. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയുമായി ഭാവം ചെയ്യുകയാണ്, വ്യഭിചാരം ചെയ്യുകയാണ്. ദാവീദിന്റെ മകനാകുന്ന ശലോമോനും മറ്റു മക്കളും ലൈംഗികമാകുന്ന സെക്ഷൽ സിൻഡൻ ചെയ്യുകയാണ്. തുടർന്ന് വേദോസം വായിക്കുമ്പോൾ ആ തലമുറയിലൊക്കെ ആ ലൈംഗിക പാപം വിട്ടൊഴിയാൻ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? പിതാക്കന്മാരുടെ അകൃത്യം മക്കളിലേക്ക് കണക്കിടുകയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുകയാണ്. നമ്മുടെ പിതാവ് ആരാണ്? കാൺമീൻ, നാം ദൈവ മക്കളെന്ന്
മക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് ഇത്ര വലിയൊരു സ്നേഹം നൽകിയിരിക്കുന്നു. ആ സത്യം നിങ്ങൾ അറിയുക. ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നമ്മുടെ പിതാക്കന്മാർ എത്ര പാപികളായിക്കോട്ടെ, ഏകതരം ജീവിച്ചവരായിക്കോട്ടെ, നിങ്ങളെ ആ ദുരാത്മാവ് തൊടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങളിത് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുകയും വേണം. യേശു നമ്മുടെ സകല പാപങ്ങൾക്കും വേണ്ടി മരിച്ചു, സകല ശാപങ്ങൾക്കും വേണ്ടി മരിച്ചു, സകല രോഗത്തിന് വേണ്ടി മരിച്ചു. എങ്കിലും ആ പാപക്ഷമയെ നിങ്ങൾ സ്വീകരിക്കണം, ആ രോഗസൗഖ്യത്തെ നിങ്ങൾ സ്വീകരിക്കണം. എന്നതുപോലെ ആ ശാപങ്ങളുടെ മോചനം നിങ്ങൾ വിശ്വാസത്താൽ സ്വീകരിക്കണം. എങ്ങനെയാണ്? വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുക, നിങ്ങൾ രക്ഷ പ്രാപിക്കും. ഒരു ജനറേഷൻ കേഴ്സിനും നിങ്ങളുടെ മേൽ സ്ഥാനമില്ല. ഒരിക്കലും ഞാൻ പറയുകയാണ്, സെക്ഷൽ ഡ്രീം ഒരിക്കലും അതിൽ തന്നെ പാപമാകുന്നില്ല. നമ്മൾ സ്വയമായി ചെയ്യുന്നതല്ല, നമ്മൾ പോലും അറിയാതെ വരുന്നതാകുന്ന സ്വപ്നങ്ങളാണ്. അതിലൊരിക്കലും നിങ്ങൾ കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ആ സ്വപ്നം കാണുവാൻ ഒരു പാപം നമ്മുടെ അകത്ത് ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ അതിൽ നിന്ന് പൂർണ്ണമായി മോചിക്കപ്പെടുക തന്നെ വേണം. ഇനി നിങ്ങൾ ആ സ്വപ്നം കണ്ടു തന്നെ ഇരിക്കട്ടെ, എങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തു വരുവാൻ സാധ്യമാണ്? നിങ്ങൾ അങ്ങനെ സ്വപ്നം കണ്ടു ചിന്തിക്കുക. പ്രഭാതമാകുമ്പോൾ ആ സ്വപ്നത്തെ പറ്റി ചിന്തിക്കുകയോ മറ്റ് ആക്ടിവിറ്റീസ് നിങ്ങൾ പോവുകയോ ചെയ്യരുത്. പകരമായി നിങ്ങൾ എഴുന്നേറ്റ ഉടനെ, പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദുരാത്മാവിട്ട നിക്ഷേപങ്ങളുണ്ട്, സെക്ഷൽ തോട്ട്സുകളുണ്ട്, സെക്ഷൽ ആഗ്രഹങ്ങളുണ്ട്. അതിന് യേശുവിന്റെ നാമത്തിൽ കാസ്റ്റ് ഔട്ട് ചെയ്തിരിക്കണം. നിങ്ങളൊരു വ്യക്തിയെ കണ്ടിട്ടുണ്ട്, ഒരിക്കലും നിങ്ങൾ ആ വ്യക്തിയെ മോശമായി കണ്ടിട്ടില്ല. എന്നാൽ സ്വപ്നത്തിൽ നിങ്ങൾ ആ വ്യക്തിയുമായി സെക്സിൽ ഏർപ്പെടുന്ന ഒരു ഡ്രീം കണ്ടു കഴിഞ്ഞാൽ പ്രഭാതമായി നിങ്ങൾ ആ വ്യക്തിയെ വീണ്ടും കാണുമ്പോൾ ആ ചിന്ത, ലൈംഗികമായ ചിന്ത വരാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങളിലേക്ക് ചില ദുർനിക്ഷേപങ്ങൾ ഇടാൻ സാധ്യതയുണ്ട്. ആ നിക്ഷേപത്തെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പുറത്താക്കുക തന്നെ വേണം. നിങ്ങളുടെ ഉദരത്തിൽ കൈവച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ രാത്രി എന്റെ സ്വപ്നങ്ങളിലൂടെ വന്ന എല്ലാ ചിന്തകളെയും എല്ലാ തോട്ട്സുകളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ പുറത്താക്കുന്നു. ദൈവികമായ നീതിയെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ നിങ്ങളുടെ കിടക്കയെ നിങ്ങൾ എഴുന്നേൽക്കാവൂ. നിങ്ങളുടെ ഹൃദയത്തെ വഷളാക്കുവാൻ പിശാചിനെ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ വിശുദ്ധരാണ്, നിങ്ങൾ നീതിമാന്മാരാണ്. ഇനി എങ്ങനെ നമുക്ക് ഈ സ്വപ്നം കാണാതിരിക്കാം? ഞാൻ ഓൾറെഡി അതിന്റെ പഴുതുകൾ പറഞ്ഞു. ആ പഴുതുകൾ നിങ്ങൾ അടയ്ക്കുക. നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പ് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കുവാനും ദൈവികമാകുന്ന ഗാനങ്ങൾ കേൾക്കുവാനും ശീലിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഹൊറർ മൂവി കണ്ടിട്ട് രാത്രി ദർശനം കാണുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. എന്നതുപോലെ നിങ്ങൾ രാത്രി ആവശ്യമില്ലാത്തതാകുന്ന പലതും കണ്ടിട്ട് കേൾക്കുകയും ചെയ്തിട്ട് നിങ്ങൾ രാത്രി നല്ല സ്വപ്നം കാണും ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ രാത്രി മുഴുവനും ആരാധിക്കാൻ, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായി മണിക്കൂറുകൾക്ക് മുമ്പേ ദൈവത്തെ പാടുവാനും ആരാധിക്കുവാനും ഒക്കെ തുടങ്ങുകയാണെങ്കിൽ അന്ന് രാത്രി നിങ്ങൾ കാണുന്നത് ദൈവികമാകുന്ന ശബ്ദമായിരിക്കും. എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണന മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എന്റെ കിടക്കയിൽ ദൈവമേ ഞാൻ നിന്നെ ഓർക്കുന്നു, നിന്നെ ധ്യാനിക്കുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ വറക്കുന്ന ശ്രദ്ധയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. വെളിച്ചം ഉള്ളിടത്ത് ഇരുട്ട് മാറിപ്പോകും. ദൈവത്തിന്റെ ആത്മാവുമായി നിങ്ങൾ കിടക്കയിൽ സംസാരിക്കുക. എങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി സംസാരിക്കുക എന്നുള്ളത് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും രാത്രി കിടക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവുമായി നിങ്ങൾ ഹൃദയംഗമായി നിങ്ങൾ സംസാരിക്കുക, ദൈവാത്മാവുമായി സംസാരിക്കുക. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. നിന്റെ നിക്ഷേപം എന്തിലാണ്? പാപത്തിലാണോ, ലൈംഗികതയിലാണോ, മറ്റ് വ്യക്തികളിലാണോ? നിങ്ങളുടെ ഹൃദയം അവിടെ തന്നെ ഇരിക്കും. എന്നാൽ നിങ്ങളുടെ നിക്ഷേപം ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം അവിടെ തന്നെ ആയിരിക്കും. സാധാരണയിൽ കവിഞ്ഞ് അസാധാരണമായി ഒരു വ്യക്തിയെ പോലെ പിശാച് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നെങ്കിൽ, ഏതെങ്കിലും വ്യക്തികളായി തന്നെ നിങ്ങളെ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി അറിയാം അസാധാരണമായ എന്തോ ഒരു സ്വപ്നമാണ് ഞാൻ കാണുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാലും നിങ്ങൾ ഒറ്റ നാമം ഉപയോഗിക്കുക, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അതിനെ ശാസിക്കുക. നിങ്ങളൊരു മെച്യൂർ ക്രിസ്ത്യൻ ആണെങ്കിൽ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ആത്മാവിന്റെ അധികാരത്താൽ നിങ്ങൾക്ക് ആ ദുരാത്മാവിനെ ശാസിക്കുവാൻ സാധ്യമാണ്. എന്നാൽ നിങ്ങൾക്ക് അതിനുള്ള വിശ്വാസവും ഉറപ്പുമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായം ആവശ്യമാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ഈ പ്രാർത്ഥന എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ നിന്ന് ദുരാത്മാക്കൾ വിട്ടുമാറുക തന്നെ ചെയ്യും. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾ മെച്യൂർ ക്രിസ്ത്യൻ ആണെങ്കിൽ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാസ്റ്റ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ചോദിക്കുന്ന നിനക്കതിനും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നിങ്ങൾക്ക് അതിനെ ജയിക്കുവാൻ സാധ്യമാണ്. യേശുവിന്റെ നാമത്തിൽ പുറത്താക്കാൻ സാധ്യമാണ്. എന്നാൽ പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വപ്നങ്ങളിലൂടെ ഈ ജനത്തെ ഷഡ്യം ചെയ്യുന്ന ഡ്രീംസിലൂടെ, സെക്ഷൽ ഡ്രീംസിലൂടെ ഇവരെ ഷഡ്യം ചെയ്യുന്ന സകല ദുരാത്മാക്കളോടും നസ്രയനാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ
അവരുടെ ജീവിതത്തെ വിട്ട് മാറുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, സകല ദുരാത്മാക്കളും സകല ദുർഭൂതങ്ങളും എല്ലാതിന്റെ അവകാശങ്ങളും അധികാരങ്ങളുമായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജനത്തെ വിട്ടുമാറുക. അവർ സ്വതന്ത്രരാകട്ടെ. കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് മൈൻഡിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ശുദ്ധീകരിക്കുന്നു. സ്വതന്ത്രമാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായി വചനം വായിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. ഭയപ്പെടുന്ന സ്വപ്നങ്ങളല്ല, സെക്ഷൽ ഡ്രീംസുമല്ല, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കർത്താവ് നിങ്ങളുടെ ഉറക്കത്തിൽ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.